ക്ഷേത്രം എന്തിനവർക്ക് പരസ്യം നൽകണം എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവ് എന്താ? ഞങ്ങൾ എന്തോരം പരസ്യം കൊടുക്കണം. അതും അമ്മ സംഘടനയ്ക്ക് എന്തിന് പരസ്യം? അമ്മ സംഘടന അങ്ങനെ ഒരു മോശമുള്ള സംഘടന അല്ലല്ലോ. പിന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കലല്ലേ അമ്പലപ്പറമ്പിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞങ്ങൾ കാശ് കൊടുത്തു. അതുകൊണ്ട് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കുള്ള എന്തെങ്കിലും ഒരു എന്ത് മെച്ചം? ഞങ്ങൾക്ക് എന്ത് മെച്ചം? ഇതിനകത്ത് എന്താ മെച്ചം? നഷ്ടമല്ലേ? ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നന്നായിട്ട് വിഷ്വൽ മീഡിയയിൽ ഞങ്ങൾക്ക് ഒരു കൊല്ലം പരസ്യം ചെയ്യാം. ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ലേഡി, ഒരു വനിത അമ്മയുടെ തലപ്പത്ത് വന്നപ്പോ കാര്യമായി എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചു, ചെയ്തു. വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന പൈസ, അതായത് ക്ഷേത്രത്തിലെ പൈസ കലാകാരന്മാർക്കുള്ളതാണെന്ന് പറയുമ്പോൾ അവിടെ അവശ്യരായ ഈ വാദ്യകലാകാരന്മാർ എത്ര പേർ കാണും? ചെണ്ട കൊട്ടുന്നവർ പോലെയുള്ളവരൊക്കെ. ഈ ചെണ്ട കൊട്ടുന്ന ആളുകൾക്കൊക്കെ മിക്കവാറും തന്നെ കേൾവിക്ക് പ്രശ്നമോ അല്ലെങ്കിൽ തളർവാദമോ അങ്ങനെയൊക്കെ ആയിട്ട് ശാരീരികമായി അങ്ങനെ പല വെല്ലുവിളികളും നേരിടുന്ന പഴയ കലാകാരന്മാരുണ്ടാകും. അവരെയൊക്കെ സഹായിക്കാമല്ലോ. അവരും കലാകാരന്മാർ തന്നെയാണല്ലോ. അവരൊന്നും ഒരിക്കലും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിച്ചിട്ടുള്ള കലാകാരന്മാരും ആയിരിക്കില്ല. ക്ഷേത്രത്തിലെ പൈസ കലാകാരന്മാർക്കുള്ളതാണത്രേ. ഇത് വിചിത്രമായ ന്യായം. സിനിമാ സംഘടനയായ അമ്മയ്ക്ക് 75 ലക്ഷം രൂപയാണ് വെണ്ണല ക്ഷേത്രം അതിൻ്റെ പേരിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ വാക്ക് കേട്ടപ്പോഴാണ് അൻസീബ പറഞ്ഞത് എത്ര കറക്റ്റാണ്. സ്പോൺസർഷിപ്പായിട്ട് വാങ്ങിക്കരുത്, അത് ഡൊണേഷൻ എന്ന പേരിലാണ് കൈപ്പറ്റാവുള്ളൂ. ശ്വേതാ മേനോൻ ആണല്ലോ പ്രസിഡന്റ്. അപ്പോൾ ക്ഷേത്രം ഭാരവാഹികളോട് ഇവരാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടത്. ആദ്യമായിട്ട് ഇങ്ങനെ സംഘടനയുടെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു തലപ്പത്ത് വരികയാണല്ലോ, അപ്പോൾ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. സാധാരണ ദേവാലയങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആളുകൾ അങ്ങോട്ടാണ് സ്പോൺസർ ചെയ്യുന്നത്. ദേവാലയങ്ങളിൽ വന്നു ചേരുന്ന വരുമാനം നാട്ടുകാരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്. സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമല്ലാത്തതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന അദ്ദേഹം വളരെ നിസ്സാരമായി പറയുന്നത്, കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം, ഇത്ര ലക്ഷം രൂപ, ലേശം ഉളുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നോ? അവർക്ക് കൊടുക്കാനാണ് ഉത്സാഹം, എന്നാലല്ലേ ക്ഷേത്രത്തിന് പരസ്യം കിട്ടുള്ളൂ എന്ന്. അത് അതിലും വിചിത്രമായ ന്യായങ്ങളും മറുപടികളും. ദേവാലയങ്ങൾക്ക് പരസ്യമോ? ദൈവത്തിന് വരെ പരസ്യമോ? എന്ത് കഷ്ടമാണല്ലേ. ദൈവത്തിന് എന്തിനാണ് നമ്മുടെ പൈസ? ഏത് ദൈവത്തിൻ്റെ പേരിൽ വരുന്ന പൈസയും അത് മനുഷ്യന് ഉപകരിക്കാനുള്ളതാണ്. കലാകാരന്മാർ എന്ന് ഈ ചെയർമാൻ എന്ന അദ്ദേഹം വിശേഷിപ്പിച്ചത് അമ്മ എന്ന സിനിമാ സംഘടനയിൽ സിനിമയൊന്നുമില്ലാതെ പഴയ കുറച്ച് ആൾക്കാരുണ്ട്, അവർ അവശ്യ കലാകാരന്മാർ എന്ന രീതിയിൽ പെൻഷൻ കൊടുക്കുന്നു എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു സാമൂഹ്യ സേവനം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെങ്ങനെ സാമൂഹ്യ സേവനമാകും? അത്തരത്തിൽ പെൻഷൻ പറ്റുന്നവർ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നവരാണ്. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയ ആളുകളായിരിക്കാം. അവർക്കെന്തിനാണ് പെൻഷൻ കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാണ് ശ്വേതാ മേനോൻ ആ തുക ആവശ്യപ്പെട്ടതെന്നാണ്. ശ്വേതാ മേനോൻ അമ്മയെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി ആലോചിച്ചിട്ട് തീരുമാനിക്കാം ഈ പൈസ കൈപ്പറ്റണമായിരുന്നു എന്നൊക്കെ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അൻസിബ ഇത്തരത്തിൽ പറഞ്ഞത്. സ്പോൺസർഷിപ്പ് അല്ല, ഡൊണേഷനായിട്ടാണ് മേടിക്കാവുള്ളൂ. അൻസിബയുടെ ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് ഇതെല്ലാം. അങ്ങനെ അൻസിബ പറഞ്ഞപ്പോൾ ശ്വേതാ മേനോന് ഇഷ്ടപ്പെട്ടില്ല. 2 കോടി വരെ കിട്ടിയതിനെ ചോദിച്ചായിരുന്നെങ്കിൽ. എന്ത് കഷ്ടമാണല്ലേ. എത്രയോ കോടികൾ വരുമാനമുള്ള നടീനടന്മാരാണ് ഇതിൽ അംഗങ്ങളും. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെയാണ് നാട്ടുകാരുടെ പൈസയ്ക്ക് വേണ്ടി പറയുന്നത്. പള്ളി പോലുള്ള ദേവാലയങ്ങളിൽ വരുന്ന ഇത്തരത്തിൽ ഭണ്ഡാരത്തിലോ ആളുകൾ മറ്റുള്ള വിശ്വാസികൾ കൊടുക്കുന്ന പണമെല്ലാം അവരെല്ലാം സുരുക്കൂട്ടി വെച്ചാണ് പലതര ട്രസ്റ്റുകൾ, ആശുപത്രികൾ, എന്തെല്ലാം സ്ഥാപനങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നതും. പിന്നെ വിശ്വാസികളായവർക്ക് വീട് വെച്ച് നൽകുന്നു, രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുന്നു. അങ്ങനെ പല പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ സ്ഥാനത്താണ് ഇവിടെ ദേവാലയത്തിന് പരസ്യം എന്നുള്ള രീതിയിൽ സിനിമാ സംഘടനയ്ക്ക് പൈസ നൽകുന്നത്. ആ നന്ദകുമാർ എന്ന അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖമൊക്കെ കാണുമ്പോൾ ഈ ഭണ്ഡാരത്തിൽ ഇത്തരത്തിൽ പൈസ നൽകുന്ന വിശ്വാസികളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. കാരണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത വിശ്വാസി പോലും ഒരുപക്ഷെ അവരുടെ പക്കൽ നിന്ന് ഒരു രൂപ തുട്ടെങ്കിലും ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാതെ ഇരുന്നിട്ടുണ്ടാവില്ല. എത്രയോ പേർ ഭവനമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേവാലയത്തിന് പരസ്യം കിട്ടില്ലല്ലോ അല്ലേ. ദേവാലയങ്ങളിൽ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി സെലിബ്രിറ്റികളെ, സിനിമാ താരങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ
കനത്ത പ്രതിഫലമാണ് നൽകുന്നത്. ലക്ഷങ്ങൾ ആളുകൾ കൊടുക്കുന്ന പൈസ തന്നെയാണല്ലോ. പിന്നെ അമ്മ എന്ന സംഘടനയിൽ പെൻഷൻ നൽകുന്ന തീരെ ഇല്ലാത്ത വളരെ ചുരുക്കം പഴയ ആർട്ടിസ്റ്റുകളെ കാണുള്ളായിരിക്കും. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണ്ട എന്നൊന്നും അഭിപ്രായം പറയാൻ കഴിയില്ല. ഞങ്ങൾക്കെന്താണ് മെച്ചം? ഞങ്ങൾക്കൊരു മെച്ചവുമില്ല. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട്. പിന്നെ എന്തിനാണ് മെച്ചമില്ലാത്ത ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്? അവർക്ക് മെച്ചമില്ലെങ്കിലും അത് കിട്ടുന്നവർക്ക് മെച്ചമുണ്ടല്ലോ. ആ പൈസ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കുക. മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്യൂ. ഭഗവാൻ പല രൂപത്തിൽ എന്നല്ലേ? ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചില്ല, എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ രൂപങ്ങളായിരുന്നു, പല രീതിയിൽ. ദരിദ്രൻ്റെ രൂപത്തിൽ വരുമെന്നല്ലേ? ദരിദ്രരിൽ ഒരുത്തന് വേണ്ടി എന്തെങ്കിലും സഹായിച്ചാൽ ദൈവത്തിന് ചെയ്യുന്നതിന് തുല്യമെന്നാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം അമ്പലത്തിൻ്റെ ചെയർമാനായ നന്ദകുമാർ എന്ന ഇദ്ദേഹത്തെ ദല്ലാൽ നന്ദകുമാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്, മാമാ നന്ദകുമാർ. കാരണം സ്വന്തമായിട്ട് അധ്വാനിക്കാത്ത പൈസ ആണല്ലോ ഇട്ട് കളിക്കുന്നത്, സാമൂഹ്യ സേവനം നടത്താനാണ് എന്നുള്ള പേര്. പിന്നെ അദ്ദേഹം വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയണത്, TP സെൻകുമാർ ദേവാലയങ്ങളുടെ പരസ്യങ്ങൾ നിരോധിച്ചിരുന്നു വണ്ടികളിൽ പതിപ്പിക്കുന്നതിനായി. അന്നേരവും അവരാണ് ആദ്യമായി പതിപ്പിച്ചത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ മുൻപന്തിയിലാണെന്ന് വിളിച്ചു പറയുകയാണോ സമൂഹത്തോട്? ദേവാലയങ്ങൾക്ക് വിശ്വാസികൾ നൽകുന്ന അല്ലെങ്കിൽ ഭണ്ഡാരത്തിലിടുന്ന രീതിയിലുള്ള പൈസ ചിലപ്പോൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം എന്നില്ല. കാരണം കൊടുത്തിട്ട് പ്രസക്തി ഇല്ലല്ലോ, പ്രസിദ്ധി ഉണ്ടാവില്ലല്ലോ.